ഇതിനായി നമുക്കൊരു അടിപൊളി പുഡിങ് ഉണ്ടാക്കിയാലോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കസ്റ്റർഡ് പുഡിങ്ങാണ്. ചീസൊക്കെ ചേർത്തുണ്ടാക്കുന്ന നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അങ്ങനെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് അരുവെല്ലാം കളഞ്ഞ് മുറിച്ച് മാറ്റി ചെറിയ പീസാക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഇത് അരുവെല്ലാം കളഞ്ഞ് ഇങ്ങനെ പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇത് അരുവെല്ലാം അങ്ങോട്ട് കളഞ്ഞ് മാറ്റാം. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ച് പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൊടി ഇട്ട് കലക്കിയെടുക്കാം. അങ്ങനെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്ത് നല്ലപോലെ കലക്കിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പാൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കസ്റ്റർഡ് പൗഡർ മിക്സും കലക്കി ഒഴിക്കാം. പിന്നെ ബ്രെഡ് പീസാക്കിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ബ്രെഡ് പീസാക്കിയത് ഇട്ട് കൊടുക്കാം. പിന്നെ കസ്റ്റർഡ് പൗഡർ എല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കാം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് ക്യൂബ്സ് ചീസാണ് ചേർക്കുന്നത്. അത് 4 ക്യൂബ്സാണ് ഞാൻ ചേർത്തത്. അങ്ങനെ ഇതുപോലത്തെ ക്യൂബ്സ് ചീസ് 4 പീസ് പൊട്ടിച്ച് ഇതിലേക്കിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ എല്ലാവരും ഇതിനുണ്ടാക്കണം, ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. തണുപ്പിച്ച് നട്ട്സ് ബദാമൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഇതെല്ലാം ക്യൂബ്സ് ചീസിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തയ്യാറാക്കാം. അങ്ങനെ ബ്രെഡൊക്കെ അലിഞ്ഞ് നല്ല പാകമായി വന്ന് നല്ല കുറുകി വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം. നമുക്ക് എത്ര മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് അളവൊന്നുമില്ല. അങ്ങനെ മിൽക്ക് മെയ്ഡും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കുറുക്കിയെടുക്കാം. അങ്ങനെ നമ്മളുടെ പുഡിങ്ങെല്ലാം നല്ലതാണ് കുറുകി വന്നിട്ടുണ്ട്, പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പുഡിങ് ട്രേയിലേക്ക് മാറ്റാം. അങ്ങനെ ഇതാ പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം നല്ല സെറ്റായി കിട്ടും. അതിനുശേഷം ഇതിന് മുകളിലായി പിസ്തയോ ബദാമോ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ പുഡിങ് നല്ല തണുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായി ഞാൻ ബദാമും ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അങ്ങനെ നമുക്കിത് കഴിച്ച് നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.